ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ശബരിമല നെയ്യ് ക്രമക്കേടിൽ ഉന്നതരുടെ പങ്കും അന്വേഷിക്കും. ടെൻഡർ അട്ടിമറിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായി എന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും അജികുമാറിനെയും SIT കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ടെൻഡർ അട്ടിമറിച്ചതിലൂടെ 2 കോടി 3 ലക്ഷം രൂപയുടെ നഷ്ടം ബോർഡിനുണ്ടായി എന്നാണ് കണ്ടെത്തൽ. കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള നീക്കത്തിലാണ് SIT. MJ പ്രതീഷ് ഉണ്ട്. MJ പ്രതീഷ്, ശബരിമലയിലെ ഈ നെയ്യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, കേസിൽ നെയ്യ് ക്രമക്കേടിൽ കൂടുതൽ ആളുകൾ പ്രതി ചേർക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ടെൻഡർ അട്ടിമറിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായി എന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. കൂടുതൽ ഗൗരവവും സങ്കീർണവുമാവുകയാണോ നെയ്യിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസ്? പ്രതീഷ്. അരുൺകുമാർ, ശബരിമലയിലേക്ക് തമിഴ്നാട്ടിലുള്ള 2 കമ്പനികൾ ലിറ്ററിന് 360 മുതൽ 370 രൂപയ്ക്ക് നെയ്യ് നൽകാമെന്ന് പറഞ്ഞിട്ടും അതൊഴിവാക്കി 510 രൂപയ്ക്കാണ് മിൽമയിൽ നിന്ന് ഈ ശബരിമലയിലേക്ക് നെയ്യ് വാങ്ങിയത്. ഈ ഇനത്തിൽ ഏകദേശം 2.25 കോടിയുടെ നഷ്ടമാണ് ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ടുള്ളത്. ഈ ദുരൂഹമായ അല്ലെങ്കിൽ അനധികൃത ടെൻഡർ ഇടപാടിൽ വലിയ ദുരൂഹതകൾ പ്രധാനമായും പ്രത്യേക അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. PS പ്രശാന്തിന്റെയും ബോർഡംഗം അജികുമാറിന്റെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ മിൽമയ്ക്ക് വഴിവിട്ട കരാർ നൽകിയത് എന്നതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറം ഒരു രാഷ്ട്രീയ ഭരണപരമായ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ശബരിമലയിൽ ടെൻഡറിനായി മിൽമ പരിശ്രമിക്കുന്നുണ്ട്. കുറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് മിൽമയ്ക്ക് അത്തരത്തിലൊരു ടെൻഡർ ശബരിമലയിൽ കിട്ടുന്നത്. പക്ഷേ ആ ടെൻഡർ പോലും സ്വീകരിച്ചത് നിയമപരമായി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ദേവസ്വം ബോർഡിന് മേൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ആക്ഷേപമുണ്ട്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ SIT അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് കൂടുതൽ വ്യക്തത വരുത്താനായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെയും ബോർഡ് അംഗത്തെയും ചോദ്യം ചെയ്യണം. നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലാണ് PS പ്രശാന്തും അജികുമാറും. അങ്ങനെയെങ്കിൽ ജയിലിലെത്തി ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാനാണ് SITയുടെ തീരുമാനം. ഇതിനായി ജയിൽ അധികൃതർക്ക് കത്ത് നൽകും. പിന്നീട് അന്വേഷണ സംഘം ജയിലിലെത്തി ആദ്യം ചോദ്യം ചെയ്യും. പിന്നീട് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് SIT പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നെയ്യ് ക്രമക്കേടിൽ കൂടുതൽ പേർ പ്രതികളാകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ 3 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. അത് PS പ്രശാന്തം, ഒപ്പം അജികുമാർ, പിന്നീട് നേരത്തെ മരണപ്പെട്ട ഈ മുരാരി ബാബുവിനുമാണ് 3 പേർ പ്രതികളായിട്ടുള്ളത്. പക്ഷേ ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ നെയ്യ് ക്രമക്കേടിൽ പ്രതികളാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പമ്പയിൽ എത്തിച്ച നെയ്യ് കൃത്യമായി പരിശോധന നടത്താതെയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ സന്നിധാനത്തേക്ക് കയറ്റിവിട്ടത്. ഇതിൽ പമ്പയിലെ ചുമതലയുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാർക്കും സ്റ്റോർ സൂപ്രണ്ടിനും വീഴ്ച പറ്റി എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അവരിലേക്കും അന്വേഷണം പോകും. ശബരിമലയ്ക്ക് പുറമെ മറ്റ് ക്ഷേത്രങ്ങളിലേക്കും ഈ നെയ്യ് എത്തിച്ചിട്ടുണ്ട്. പ്രധാനമായും എരുമേലി, പന്തളം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലേക്കും നെയ്യ് എത്തിച്ചിട്ടുണ്ട് എന്നതാണ് അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിലേക്കും കൂടുതൽ പേരിലേക്കും ആണ് ഇപ്പോൾ SIT എത്തിയിരിക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു. പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ നെയ്യ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. SIT ആ നീക്കത്തിലാണ് എന്നാണ് MJ പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.